തേങ്ങ അരപ്പ് ചേർക്കാത്തൊരു ചിക്കൻ കറി, അതും കുക്കിംഗ് പഠിച്ചു വരുന്ന ബിഗിനേഴ്സിനൊക്കെ വരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വാടി വരുമ്പം തന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 10-12 ചുവന്നുള്ളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചുവന്നുള്ളി ചേർക്കുമ്പോൾ കറിക്ക് ടേസ്റ്റും കൂടും. പിന്നെ ഇതിലേക്ക് തേങ്ങ അരപ്പൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ കറിക്ക് കുറച്ച് കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുവന്നുള്ളി ചേർക്കുന്നത്. ചുവന്നുള്ളിയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് ഇത് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർത്തിട്ട് ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് പൊടികളുടെ അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇനിയൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളൊക്കെ മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ കഷ്ണങ്ങളിലേക്ക് മസാലയൊന്ന് നന്നായിട്ട് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം, ഇല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം, തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ 1 കപ്പൊക്കെ അളവിൽ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണൊക്കെ പഞ്ചസാരയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ച് വെക്കേണ്ട. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അത്രയും സിമ്പിളാണ്, ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്